മൃഗബലി നരബലിക്ക് ബദലായിട്ടാണ് മൃഗബലി കൊണ്ടുവരുന്നത്. അവിടെ ദൈവം ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും ആവശ്യം നരബലി തന്നെയാണ്. എവിടുന്നാണ് ഇത് വരുന്നത്? ഈ നരബലിയും മൃഗബലിയും ഒക്കെ വരുന്നത് എവിടുന്നാണ്? പ്രാകൃത ഗോത്ര സമൂഹങ്ങളിൽ 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മനുഷ്യർ വളരെ അപരിഷ്കൃതരായി ജീവിച്ചിരുന്ന കാലത്തെ ആരാധനാരീതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് ലിംഗബലിയും യോനിബലിയും ഒക്കെ ആയിട്ട് നടത്തുന്ന സുന്നത്ത് കർമ്മം. സ്ത്രീകളുടെ, ആഫ്രിക്കയിലെ മുഴുവൻ പെൺകുട്ടികളുടെയും സുന്നത്ത് നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ സുന്നത്ത് എന്തോ ഭാഗ്യത്തിന് വന്നിട്ടില്ല. ഇവിടെ ആൺകുട്ടികളുടെ സുന്നത്ത് നടത്തുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റം വരുത്താൻ പാടില്ല, പൂർണ്ണമാണ് എന്ന് ഖുർആനും ഹദീസും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദൈവം ഉണ്ടാക്കി വെച്ച ഒരവയവം ദൈവത്തിന് വേണ്ടിയിട്ട് മുറിച്ച് കുട്ടികളെ വേദനിപ്പിക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു. ഇതൊക്കെ പ്രാകൃതമായ രക്തബലിയുടെ ഭാഗമായിട്ടാണ്. ബൈബിൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. പാപ പരിഹാരത്തിന് വേണ്ടി നടത്തുന്ന ബലിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഈ ലിംഗബലിയൊക്കെ. അതിൻ്റെ തുടർച്ചയായിട്ട് ജൂതന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ആചാരമാണ്. ഇങ്ങനെ നിരവധി ആചാരങ്ങൾ. എന്താണ് മക്കയിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവിടെ വേറെ നടക്കുന്നത് മൃഗബലി കൂടാതെ? ഇവിടെ ഇസ്ലാമിന്റെ വക്താക്കൾ ഇവിടുത്തെ ഹിന്ദു മതക്കാരുടെ വിഗ്രഹാരാധനയൊക്കെ പരിഹസിക്കാറുണ്ട്. എന്നാൽ ഹിന്ദു മതക്കാർ ചെയ്യുന്ന തിരുപ്പതിയിൽ നടക്കുന്നത്, കൊടുങ്ങല്ലൂരിൽ നടക്കുന്നത്, പഴനി ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ആചാരങ്ങളും, ആ അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുക, അവിടെ പോയി തല മുണ്ഡനം ചെയ്യുക, അവിടെ കല്ലിനെ ചുംബിക്കുക, കല്ലിനെ കല്ലെടുത്തെറിയുക, അങ്ങനെയുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ നടക്കുന്നു. ഇതെല്ലാം ജാഹിലിയ കാലത്ത്, ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലത്ത് അവിടെ 300 ചില്ലാനം വിഗ്രഹങ്ങൾ വെച്ച് കൊണ്ട് ആരാധന നടത്തിയിരുന്ന കാലത്ത് ആ കഅബ ക്ഷേത്രത്തിൽ നടന്നിരുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവും വരുത്താതെ ആ ഏർപ്പാടുകളെല്ലാം നിലനിർത്തുകയാണ് ഇസ്ലാം മതം ചെയ്തത്. എന്നിട്ട് മറ്റു മതക്കാർക്ക് വിഗ്രഹാരാധനയുണ്ട് എന്ന് പരിഹസിക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല കഅബയുടെ നേരെ തിരിയുന്നത്. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും അങ്ങോട്ട് തിരിയാൻ പാടില്ല എന്നാണ് മതനിയമങ്ങളിൽ പറയുന്നത്. നമ്മുടെ ദെയ്യൂബന്ദിലെ ഉത്തരേന്ത്യയിലെ മൗലവിമാര് ഫത്വ നൽകിയത് അരുൺ സൂരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. വീടിനകത്ത് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കക്കൂസ് ഫിറ്റ് ചെയ്തപ്പോൾ അതിന്റെ ക്ലോസറ്റ് പടിഞ്ഞാറോട്ടായി പോയി, വീടിനകത്തെ കക്കൂസിൽ. അങ്ങനെ ഈ വീട്ടുടമസ്ഥൻ ഈ മൗലവിമാരെടുത്ത് പോയിട്ട് ഫത്വ ചോദിച്ചു. മൗലവിമാർ പറഞ്ഞത് കക്കൂസിന്റെ ക്ലോസറ്റ് പറിച്ചിട്ട് അതിന്റെ ഡയറക്ഷൻ മാറ്റി ഫിറ്റ് ചെയ്യണമെന്ന്. കാരണം അത് അങ്ങോട്ടായി പോയാൽ, വീട്ടിനകത്താണെങ്കിൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ കഅബത്തിന്റെ വിശുദ്ധിക്ക് തകരാം. അങ്ങനെ ലോകത്തുള്ള 600 കോടി മനുഷ്യരും മൂത്രമൊഴിക്കുമ്പോൾ പോലും ഇതിന്റെ പരിശുദ്ധി കാക്കണം എന്ന് പറയുന്ന മതക്കാരാണ് മറ്റേ മതക്കാരൻ വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതിനെ പരിഹസിക്കുന്നത്. ഇത് ഗോത്രാചാരത്തിന്റെ ഭാഗമാണ്, അന്നത്തെ കാലത്തിന്റെ ഭാഗമാണ്. ഇനി വിവാഹ സമ്പ്രദായങ്ങളിലേക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാലോ, ശൈശവ വിവാഹം നിരോധിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ശൈശവ വിവാഹത്തിനെതിരായി നിയമം കൊണ്ടുവരുമ്പോൾ ഇസ്ലാമിക ശരീഅത്തിന്റെ വക്താക്കൾ ബഹളം വെച്ചു. എന്താ കാരണം? ഒരു പെൺകുട്ടി, 6 വയസ്സായ പെൺകുട്ടി 60 വയസ്സായ പുരുഷന് കല്യാണം കഴിക്കാമെന്നാണ് നബിചര്യയുടെ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശരീഅത്ത് നിയമം പറയുന്നത്. നമ്മൾ പറഞ്ഞത് 18 വയസ്സാവാതെ പെൺകുട്ടിയെ 21 വയസ്സായാതെ ആൺകുട്ടിയെയും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. എന്താ പറയാൻ കാരണം? അതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ആരോഗ്യപരമായ മനഃശാസ്ത്രപരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്, സമൂഹത്തിന്റെ പൊതു ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള, ഗർഭം ധരിക്കാനുള്ള ശാരീരികവും മാനസികവുമായ വളർച്ചയും പക്വതയും എത്തിയിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹിതയാവുകയും കൗമാരപ്രായത്തിൽ അവൾ ഗർഭം ധരിക്കാനും കുട്ടികൾ വളർത്താനും ഇടയാവുകയും ചെയ്താൽ അത് അവളുടെ മാത്രമല്ല, അവൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതുവഴി സമൂഹത്തിന്റെയും മൊത്തം ആരോഗ്യത്തെ, ധാർമ്മികതയും ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ അത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതിന് ഇന്നും മതത്തിന്റെ ആളുകൾ, നമുക്കറിയാം ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കലാപം നടക്കുമ്പോൾ, ഗുജറാത്ത് കത്തിയെരിയുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ലോ ബോർഡിന്റെ ആൾക്കാർ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഈ വിവാഹപ്രായ പരിധി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കി തരണം എന്നാണ്. ഗുജറാത്തിലെ തീ അണക്കണമെന്നല്ല പറഞ്ഞത്. മുസ്ലിങ്ങളെ 12 വയസ്സിലും 6 വയസ്സിലും കല്യാണം കഴിക്കാൻ അനുവദിക്കണം, ഈ നിയമം അതിന് തടസ്സമാണ് എന്നാണ് ശരീഅത്തുവാദികൾ പറഞ്ഞത്. ഈ രീതിയിൽ പ്രാകൃത നിയമങ്ങൾക്ക് വേണ്ടി ഈ പരിഷ്കൃത സമൂഹത്തിൽ വാദങ്ങൾ ഉന്നയിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നത് അവരുടെയൊക്കെ തലച്ചോറുകളും ചിന്താശക്തികളും ഈ മതത്തിന്റെ അന്ധമായ വിശ്വാസത്തിന് കീഴ്പ്പെട്ട് കഴിയുന്നതുകൊണ്ടാണ്, സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതുപോലെ ബഹുഭാര്യത്വം,
ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരുപാട് ന്യായീകരണങ്ങൾ മതത്തിൻ്റെ ആളുകൾ അതിന് പറയുന്നു. ഒരു പുരുഷന് 4 സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീക്ക്, ആ 4 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് പോലും വേറെ പുരുഷനെ വിവാഹം ചെയ്യാൻ പാടില്ല. അതിന് പുരുഷൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ ന്യായീകരണമായിട്ട് പറയുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് തുല്യനീതി നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം ചെയ്യുക ഒന്നിലധികം എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ നീതി ആണോ പുലർത്തുന്നത്, അല്ലെങ്കിൽ തുല്യനീതിയാണോ നീതിയാണോ എന്നൊക്കെ നിശ്ചയിക്കാനുള്ള കോടതിയും ഈ പ്രതി തന്നെയാണെന്നുള്ളതാണ്. വേറെ ആരും അവിടെ ഇടപെടുന്നില്ല. മതവും മതനിയമവും ഇവർ നീതി പുലർത്തുന്നുണ്ടോ നോക്കാൻ വരുന്നില്ല. എങ്ങനെ നീതിയാവുന്നത്? കാരണം എനിക്ക് 4 ഭാര്യമാരുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഞാൻ ഈ ഭാര്യമാരെ ഊഴമിട്ടിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. തിങ്കളാഴ്ച ഒരു ഭാര്യ, ചൊവ്വാഴ്ച അടുത്ത ഭാര്യ, ബുധനാഴ്ച അടുത്ത ഭാര്യ, വ്യാഴാഴ്ച അതിൻ്റെ മറ്റേ അടുത്ത ഭാര്യ, അങ്ങനെ 4 ദിവസങ്ങളായിട്ട് ഇടവിട്ടിട്ട് വേണം, ഊഴമിട്ടിട്ട് വേണം ഈ ഭാര്യമാരെ കൂടെ കഴിയാൻ. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഭാര്യ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ വിധവയായിട്ട് അല്ലെങ്കിൽ ഭർത്താവില്ലാത്തവളായിട്ട് അപ്പുറത്ത് ഒറ്റയ്ക്ക് കിടക്കണം. ഇവിടെ എങ്ങനെയാണ് നീതി തുല്യമാവുക? അവൾക്ക് വേറെ ഭർത്താവ് വേണ്ടേ ആ സമയത്ത്? ഇവൾക്ക് എത്ര ഭാര്യയുള്ളത്? ഇവൾക്ക് എത്ര ഭർത്താവാണ് ഉള്ളത്? ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാരിൽ ഒരാൾക്ക് 4-1 ഭർത്താവേ ഉള്ളൂ. കാരണം അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ ഭർത്താവിനെ കിട്ടുന്നുള്ളൂ. അവിടെ നീതിയുടെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. പിന്നെ എന്ത് തുല്യനീതി? പക്ഷെ ഇതൊക്കെ പുരുഷാധിപത്യത്തിന്റെ കാലഘട്ടത്തിലെ ഗോത്ര നിയമങ്ങൾ. അതുപോലുള്ള നിരവധി സമ്പ്രദായങ്ങൾ. മുലകുടി സമ്പ്രദായം നമുക്ക് കേട്ടാൽ വിചിത്രമെന്ന് തോന്നും. നമ്മുടെ നാട്ടിലൊന്നും നടപ്പില്ല, ഇസ്ലാമിലുണ്ട്. എന്താണ്? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ പ്രസവിച്ച അമ്മ ആണ് സാധാരണഗതിയിൽ മുലയൂട്ടി കുട്ടിയെ വളർത്തുക നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബ സംവിധാനത്തിൽ. പക്ഷെ ഇസ്ലാമിൽ കുടുംബം എന്ന ഒരു സങ്കല്പമേ ഇല്ല. നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പൊ ഭദ്രകുടുംബം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുകയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിനൊക്കെ നടത്തുന്നത്. യഥാർത്ഥ മത നിയമങ്ങളെയും യഥാർത്ഥ മതത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നത്. ഇസ്ലാമിൽ കുടുംബം എന്ന സങ്കല്പമേ ഇല്ല. കാരണം എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കള് അവരൊരുമിച്ച് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ കഴിയുക, ഈ മക്കളെ ഈ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹിച്ച് വളർത്തുക. ഇതാണ് നമ്മുടെ ആധുനിക കുടുംബസങ്കല്പം. അവിടെ മുല കൊടുക്കാൻ വേറെ സ്ത്രീ വരുന്ന പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇസ്ലാമിൽ പറയുന്നത് ഒരു കുട്ടി ജനിച്ചാൽ അവൾക്ക് മുല കൊടുക്കുന്നവരൊക്കെ കുട്ടിയുടെ അമ്മയാണ്. മുഹമ്മദ് നബിയുടെ ചരിത്രം ഞാൻ വായിച്ചു നോക്കി. അദ്ദേഹത്തിന് 10-13 സ്ത്രീകൾ മുല കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രസവിച്ച മാതാവ് ആമിന പ്രസവിച്ചതിന്റെ 3-ാം ദിവസം ഈ കുട്ടിയെ ഉപേക്ഷിച്ചു. എന്നിട്ട് അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ കുറെ വാടക സ്ത്രീകളെ, ഈ ബദവി സ്ത്രീകളെ, മുല കൊടുക്കാനായിട്ട് നടക്കുന്ന ബദവി സ്ത്രീകളുണ്ട്, അവരെ ഏൽപ്പിച്ചു. അവരിങ്ങനെ കൈമാറി മുല കൊടുത്താണ് ഈ കുട്ടിയെ വളർത്തിയത് എന്ന് പറയുന്നത് ചരിത്രം പറയുന്നത്. ഞാൻ അതിന്റെ കാരണം പരിശോധിച്ചു. കാരണം നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ വളച്ചൊടിക്കുകയാണ്. അവർ പറയുന്നത് ആ കുലീന കുടുംബങ്ങളിൽ അങ്ങനെ പതിവുണ്ടായിരുന്നു, കുലീനതക്ക് തടസ്സമാണ് കുട്ടിക്ക് മുല കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ കുലീനതയല്ല പ്രശ്നം. അന്നത്തെ കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ കുടുംബമില്ല. അന്നത്തെ ലൈംഗിക ബന്ധങ്ങൾ, അന്ന് വാടകയ്ക്ക് പ്രസവിക്കുകയും വാടകയ്ക്ക് മുലയൂട്ടുകയും ചെയ്യുന്ന ഗോത്ര നാടോടി സംസ്കാരമാണ്. മുഹമ്മദ് നബിയുടെ വാപ്പ അബ്ദുള്ളയും മുഹമ്മദ് നബിയുടെ ഉമ്മ ആമിനയും തമ്മിൽ ഒരു കുടുംബമായി ജീവിച്ചതിന് ഇസ്ലാം ചരിത്രത്തിൽ തെളിവ് കാണാനില്ല. ആ കാലത്ത് ഇന്നത്തെ പോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് ഒരു കുടുംബത്തിൽ സ്ഥിരമായി വസിക്കുക എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അറബികളായ ആളുകൾ നാടോടികളായിരുന്നു. അവർ കച്ചവട ആവശ്യത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രക്കിടയിൽ അവർ എത്തിപ്പെടുന്ന ഇടത്താവളങ്ങളിലൊക്കെ താൽക്കാലികമായ കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെടുമായിരുന്നു. തുച്ഛമായ പ്രതിഫലം നൽകിക്കൊണ്ട് അത്തരത്തിൽ ബന്ധപ്പെടുകയും 1-2 ദിവസം മാത്രം ഉള്ള നീണ്ടു നിൽക്കുന്ന ആ കരാറടിസ്ഥാനത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതോടുകൂടി ഈ അമ്മമാര് കുഞ്ഞിനെ അച്ഛന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം കുഞ്ഞിന്റെ അവകാശി അച്ഛനാണ്. ആ അച്ഛന്മാർ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ട് പിന്നെ ഈ വാടകയ്ക്ക് മുല കൂട്ടുന്ന സ്ത്രീകളെ ഏൽപ്പിച്ച് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. ഈ സമ്പ്രദായത്തിന് മുത്തുക എന്നാണ് പേര് പറയുന്നത്. ഇത് ഖുർആനിൽ തന്നെ 4-ാം അധ്യായത്തിൽ, അന്നിസാ എന്ന അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ ഒരു